നമസ്കാരം. വടകരയിൽ നിന്നും വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലെത്തിയ ഷാഫി പറമ്പിൽ തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിൽ തന്നെ നാടിന്റെ നട്ടെല്ലായ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ കൃത്യമായി വിവരിച്ചു. അവധിക്കാലങ്ങളിൽ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ പിഴിയുന്ന വിമാന കമ്പനികളുടെ നടപടികൾക്കെതിരെയാണ് ഷാഫി പറമ്പിൽ ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഷാഫി പറമ്പിൽ പ്രവാസികൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെക്കുറിച്ചും കൃത്യമായി വിവരിച്ചു. അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവ്വം ചൂഷണം ചെയ്യുകയാണ്. ഭൂരിഭാഗവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. പ്രവാസ മേഖലകളിൽ ഏറെയും വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത, ഭക്ഷണമോ താമസമോ ഇല്ലാത്തവരാണ് പലരും. അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠിപ്പിനുമായി ദുരിതമനുഭവിക്കുകയാണ് അവർ പ്രവാസ ലോകത്ത്. ആടുജീവിതം എന്ന സിനിമയുടെ പ്രമേയത്തിന് സമാനമാണെന്ന് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന പലരുടെയും അവസ്ഥ. ഒരു സാധാരണക്കാരായ 4 അംഗ കുടുംബത്തിന് പ്രവാസ മേഖലയിൽ നിന്നും അവധി ലഭിക്കുമ്പോൾ നാട്ടിലേക്ക് വർഷത്തിലൊരിക്കൽ എത്താൻ 3 ലക്ഷം രൂപയോളം ചെലവഴിക്കേണ്ട അവസ്ഥയാണുള്ളത്. പ്രവാസികളെ വളരെയേറെ ദുരിതത്തിലാക്കുന്ന വിമാന കമ്പനികളുടെ ഈ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഷാഫി പറമ്പിൽ ലോക്സഭയിൽ അഭ്യർത്ഥിച്ചു.